മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂരിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ വരൂ. പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ചോക്കാട് 40 സെന്റ് ഉന്നതിയിൽ കാട്ടാനകൾ സ്ഥിരമായി തമ്പടിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് 15ഓളം കാട്ടാനകൾ 40 സെന്റിൽ കൂട്ടത്തോടെ എത്തിയത്. ഒരാഴ്ചയായിട്ടും കാട്ടാനകൾ പൂർണ്ണമായി കാട് കയറിയിട്ടില്ല. കഴിഞ്ഞ ദിവസം വനപാലകരും നാട്ടുകാരും കാട്ടാനകളെ കാട് കയറ്റിയെങ്കിലും എല്ലാ ദിവസവും വൈകുന്നേരത്തോടെ കാട്ടാനകൾ ആദിവാസികളുടെ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. തൊട്ടടുത്ത 2 മലവാരങ്ങളിലെ വനത്തിലുള്ളതിനേക്കാൾ കാടുകളായതാണ് ആദിവാസി ഉന്നതിയിൽ കാട്ടാനകൾ തമ്പടിക്കാൻ കാരണം. കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് 15ഓളം കാട്ടാനകൾ 40 സെന്റിൽ കൂട്ടത്തോടെ എത്തിയത്. ചെറിയ സംഘങ്ങളും ഒറ്റയാനകളും സ്ഥിരമായി ഇവിടെ ഇറങ്ങുന്നുണ്ട്. എന്നാൽ ഒരാഴ്ചയായി കൂട്ടത്തോടെ ഇറങ്ങിയ കാട്ടാനകൾ നട്ടുച്ചയ്ക്ക് പോലും കാട് കയറാൻ കൂട്ടാക്കുന്നില്ല. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് നാട്ടുകാർ കാട് കയറ്റിയ കാട്ടാനക്കൂട്ടം വൈകുന്നേരത്തോടെ വീണ്ടും ഇറങ്ങി. ബുധനാഴ്ച ഉച്ചയോടെ വീണ്ടും വനപാലകരും നാട്ടുകാരും ചേർന്ന് കാട്ടാനകളെ കാട് കയറ്റി. എന്നാൽ വൈകുന്നേരമായതോടെ മറ്റൊരു ഭാഗത്ത് വീണ്ടും ആനകൾ ഇറങ്ങി. ആളുകൾ പടക്കം പൊട്ടിച്ചും ഒച്ചവെച്ചും കാട് കയറ്റിയാലും പുലരും മുൻപ് വീണ്ടും ഇവിടേക്ക് തന്നെ തിരിച്ചെത്തുകയാണ്. ശനിയാഴ്ച ഇവിടെ ഇറങ്ങിയ കാട്ടാനകളെ ടാപ്പിംഗ് തൊഴിലാളികളാണ് കാട് കയറ്റിയത്. ആദിവാസികൾക്ക് പതിച്ചു നൽകിയ തെങ്ങിൻ തോപ്പും ആദിവാസി സഹകരണ സംഘത്തിന്റെ അധീനതയിലുള്ള ഭൂമിയുമാണ് ഇപ്പോൾ വലിയ കാടായി മാറിയത്. ഈ കാടുകൾ വെട്ടിത്തെളിയിക്കാൻ ഇനിയും നടപടി തുടങ്ങിയിട്ടില്ല. കുട്ടികളടങ്ങുന്ന വലിയ കാട്ടാനക്കൂട്ടം തമ്പടിച്ചതോടെ കാട്ടാനകളുടെ ആക്രമണ ഭീതിയിലാണ് ഈ പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾ. ഭക്ഷണവും വെള്ളവും തേടി ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം വൻതോതിൽ കൃഷിയും നശിപ്പിക്കുന്നുണ്ട്. കാട്ടാനകൾ ആദിവാസികൾക്ക് മാത്രമല്ല 40 സെന്റ് മേഖലയിലെ സമീപ പ്രദേശങ്ങൾക്കും ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.